ഒരു പരീക്ഷാ ചോദ്യത്തിന്റെ ഉത്തരത്തിനുമപ്പുറം കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന മലയാളി നമുക്ക് സമ്മാനിച്ചത് സർക്കസ് എന്ന കലാകായിക പ്രകടനത്തിന്റെ അത്ഭുത ലോകമാണ്. ജന്മനാ കായിക രംഗത്തെ സ്നേഹിച്ചിരുന്ന കീലേരി കുഞ്ഞിക്കണ്ണന്റെ തുടക്കം കളരിപ്പയറ്റിലൂടെയായിരുന്നു. മദ്രാസിൽ പോയി ജിംനാസ്റ്റിക് കോഴ്സ് പൂർത്തിയാക്കി മടങ്ങിയെത്തിയ കുഞ്ഞിക്കണ്ണൻ തലശ്ശേരി BMB സ്കൂളിൽ കായിക അധ്യാപകനായി. 1888 കായിക പഠനത്തിന്റെ വ്യാപനത്തിനായി തലശ്ശേരിയിൽ ഒരു കായിക പഠന കേന്ദ്രം സ്ഥാപിച്ചു. തുടർന്ന് 1901 പാരിയാലിസ് മലബാർ ഗ്രാൻഡ് സർക്കസ് എന്ന മലയാളികളുടെ ആദ്യത്തെ ഇന്ത്യൻ സർക്കസിന് തുടക്കം കുറിച്ചു. ഇരുമ്പിൻ്റെ ഉണ്ടുള്ള ഐറ്റംസ് ഉണ്ട്, അയൺ ബോൾ ആക്ട് എന്ന് പറയും. അത് മൂപ്പര് ഈ കരിങ്കല്ല് ചെത്തി ഉണ്ടാക്കിയിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് അതിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ കടമ്പ് മരത്തിൻ്റെ കാതൽ കൊണ്ട് ഹൊറിസോണ്ടൽ ബാറ് ഉണ്ടാക്കി അതുമേൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ റോമൻ റിങ്സ്, 2 റിങ്സാണ്, റിങ്സ് ഇങ്ങനെ താഴ്ത്തി കെട്ടിയിട്ട് അതുമേൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ഇദ്ദേഹം സ്വയം പരിശീലിച്ചെടുത്തതാണ്. കീഴ്ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച കുഞ്ഞിക്കണ്ണന് മക്കളുടെ വിവാഹം നടത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ബ്രഹ്മസമാജത്തിലേക്കും അവിടെ നിന്ന് CSI സഭയിലേക്കും ചേക്കേറിയ കുഞ്ഞിക്കണ്ണന്റെ അവസാന കാലം ഒരു കായിക താരവും ആഗ്രഹിക്കാത്തതായിരുന്നു. ശരീരം തളർന്ന ആ കായിക താരം 85-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ കായിക താരത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഒരു സ്മാരകം പോലും കേരളത്തിലില്ല എന്നുള്ളതും ഒരു ദുഃഖസത്യം. തലശ്ശേരി ഇല്ലിക്കുന്നം CSI സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സർക്കസിന്റെ കുലപതിക്ക് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ പ്രണാമം. ഒരു പ്രാവശ്യം ഒഡീഷയുടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഹനുമന്തിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു സ്ട്രീറ്റ് സർക്കസ് ടെൻറ്റിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവരുടെ സർക്കസിൻ്റെ പേര് ബാംസു റാണി സർക്കസ് എന്നാണ്. ബാംസു എന്ന് പറഞ്ഞാൽ ബാമ്പു ആണ്. ഒരു വലിയ മുളയുടെ മുകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ വലിയ ഉയരത്തിൽ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഇത് ചെയ്യാണ്, ഇന്ററപ്റ്റ് ചെയ്യാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ കലേഷേട്ട, ഇന്ന് ആരാണ് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത്? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർത്തിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനുള്ള സമയമായി, ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഈ ബാംസു റാണി സർക്കസിന്റെ സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞ കഥ കേട്ടപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. കീലേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററും സംഘവും പോയിട്ടാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മുളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു സർക്കസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സ്മാരകം പോലും നമ്മുടെ കേരളത്തിലില്ല.